ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെത്തി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ യുവജന പ്രക്ഷോഭത്തിൽ മരണസംഖ്യ 30 ഇടക്കാല സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാന സർവീസുകൾ. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ ചൈന പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെത്തി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ഉത്തർപ്രദേശിലെത്തിയ മൌറീഷ്യസ് പ്രധാനമന്ത്രിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മൌറീഷ്യസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരാഴ്ചത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഈ മാസം 9-നാണ് മൌറീഷ്യസ് പ്രധാനമന്ത്രി എത്തിയത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന് തുടക്കമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെർച്വലായി സംവിധാനം ഉദ്ഘാടനം ചെയ്തു. എമിഗ്രേഷൻ നടപടികൾ തടസ്സരഹിതവും വേഗത്തിലും ആക്കുന്നതിന് ഈ സംവിധാനം സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. आज फास्ट ट्रैक इमिग्रेशन ट्रस्टेड ट्रेवलर प्रोग्राम में और 5 हवाई अड्डे जुड़ रहे हैं. ये हमारे लिए बहुत आनंद और गर्व का विषय है. इससे न केवल प्रवासियों की सुविधा बढ़ेगी, इससे इस देश में होने वाले परिवर्तनों से उनको परिचय कराने का भी एक बहुत अच्छा मौका हमें मिलेगा. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എമിഗ്രേഷനാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം നടപ്പിലാക്കിയത്. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട്, തിരുച്ചിറപ്പള്ളി, അമൃത്സർ, ലക്നൌ വിമാനത്താവളങ്ങളിൽ ഈ സംവിധാനം ഇന്ന് നിലവിൽ വന്നു. നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ, നേപ്പാൾ സേനാ മേധാവി, ജൻസി യുവജനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ഇന്ന് ചർച്ച നടത്തും. ജൻസി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അഴിമതി കേസുകളിൽ ജുഡീഷ്യൽ അന്വേഷണം, എംപിമാർക്ക് മന്ത്രിപദം നൽകുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ടുവച്ചു. നേപ്പാളിൽ ഈ മാസം 8-ന് ജൻസി പ്രകടനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30 സ്ഥിരീകരിച്ച് നേപ്പാൾ ആരോഗ്യ ജനസംഖ്യാ മന്ത്രാലയം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളിൽ 1000-ലധികം പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവരിൽ 253 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിനായി അടിയന്തര സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ആശുപത്രികൾക്ക് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ സംഘർഷത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ തിരികെ എത്തിക്കാനായി ഇന്ത്യൻ വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കും. എയർ ഇന്ത്യയും ഇൻഡിഗോയും ഇതിനായി പ്രത്യേക വിമാന സർവീസുകൾ ആരംഭിക്കും. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിമാനങ്ങൾ പ്രത്യേക നിരക്കിൽ സേവനം നൽകുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നേപ്പാളിലെ കാഠ്മണ്ഡു, ലളിത്പൂർ, ഭക്പൂർ ജില്ലകളിൽ നിരോധനാജ്ഞയും കർഫ്യൂവും നീട്ടി. നാളെ രാവിലെ 6 മണിവരെ നിയന്ത്രണങ്ങൾ നീട്ടിയതായി നേപ്പാൾ സൈന്യം അറിയിച്ചു. എന്നാൽ അവശ്യ സേവന വാഹനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാവുന്നതാണ്. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ നിലവിലെ താമസ സ്ഥലങ്ങളിൽ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. റഷ്യൻ സേനയിൽ ചേരാനുള്ള തൊഴിൽ വാഗ്ദാനത്തിൽ നിന്ന് ഇന്ത്യക്കാർ വിട്ടുനിൽക്കണമെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ സേനയിലേക്ക് ഇന്ത്യക്കാരെ അടുത്തിടെ നിയമിച്ച തരത്തിൽ പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതികരിക്കവെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിലേക്ക് നിയമിക്കുന്ന വിഷയം ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് റഷ്യൻ അധികൃതരുമായി ചർച്ച നടത്തിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ വഴി ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകും. അതുവഴി മധ്യവർഗത്തിന് വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, LCD LED TVകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST നിരക്കുകൾ 28% നിന്ന് 18% കുറച്ചിരിക്കുന്നത്. ഇത് ആഭ്യന്തര ഉൽപ്പാദകർക്കും നേട്ടമുണ്ടാക്കും. ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ ആവശ്യകത വർദ്ധിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ ശക്തമായ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മലപ്പുറം സ്വദേശികളായ 3 പേരും കോഴിക്കോട് സ്വദേശികളായ 2 പേരും വയനാട് സ്വദേശിയുമാണ് മരിച്ചത്. നിലവിൽ 10 പേരാണ് കോഴിക്കോട് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. ഇതിൽ 3 കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിൽ സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ജലസ്രോതസ്സുകളിൽ കുളിക്കുന്നവർ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലിനമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖവും വായുവും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം. UK-യിലെ ലിവർപൂളിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് 3 ഇന്ത്യൻ താരങ്ങൾ. നൂപുർ ഷിയോറനും പൂജ റാണിയും ജാസ്മിൻ ലംബോറിയയുമാണ് സെമിയിൽ കടന്നത്. ഇതോടെ ബോക്സിംഗിൽ കുറഞ്ഞത് 3 വെങ്കല മെഡലുകളെങ്കിലും ഇന്ത്യ ഉറപ്പിച്ചു. അതേസമയം 2 തവണ ചാമ്പ്യനായ നിഖത് സരീൻ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു. വനിതാ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഇന്നലെ നടന്ന സൂപ്പർ 4ലെ ആദ്യ മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് ഇന്ത്യ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയിരുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ മത്സരത്തിൽ ഇന്ത്യ UAE-യെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. 1893-ൽ ഷിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ഐക്യത്തിനും സാർവത്രിക സാഹോദര്യത്തിനും ഊന്നൽ നൽകിയ നിർണായക നിമിഷമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷിക്കാഗോ പ്രസംഗത്തിന്റെ 132ാം വാർഷിക ദിനമാണ് ഇന്ന്. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആത്മീയ സാമൂഹിക രാഷ്ട്രീയ മേഖലയ്ക്ക് വിനോബ ഭാവെ നൽകിയ മഹത്തായ സംഭാവനകളെ അനുസ്മരിച്ച പ്രധാനമന്ത്രി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ ചിന്തകൾ പ്രചോദനമാകുമെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ 75ാം ജന്മദിനത്തിൽ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക പരിവർത്തനത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനുമായി പ്രവർത്തിക്കുന്ന മോഹൻ ഭാഗവതിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അന്തിമ ദുരന്ത നിവാരണ പദ്ധതി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ജൂണിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ പദ്ധതിയുടെ അന്തിമ പതിപ്പ് സമർപ്പിച്ചത്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയാണ് പദ്ധതി സമർപ്പിച്ചത്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനായി സാങ്കേതിക കൈമാറ്റ കരാർ ഒപ്പുവെച്ച് ISRO, NSIL, ഇൻസ്പേസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ചെറിയ ഉപഗ്രഹ വിക്ഷേപങ്ങൾക്കായുള്ള ആഗോള വിപണി പിടിച്ചെടുക്കുക എന്നതാണ് ISRO വികസിപ്പിച്ചെടുത്ത SSLVയുടെ ലക്ഷ്യം. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങളിൽ ഈ കരാർ ഒരു പ്രധാന നാഴികക്കല്ലാണെന്നും SSLVയുടെ വാണിജ്യവൽക്കരണത്തിന് ഇത് വഴിയൊരുക്കുമെന്നും ISRO സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 81,552-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 25,001-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെത്തി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലവുമായി കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ യുവജന പ്രക്ഷോഭത്തിൽ മരണസംഖ്യ 30ആയി. ഇടക്കാല സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാന സർവീസുകൾ. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു.
ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. വനിതാ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ ചൈന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.